ഹായ് മക്കളെ, ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതിയ ആൾക്കാരുണ്ടാവും, എഴുതാത്ത ആൾക്കാരുണ്ടാവും. എഴുതിയ ആൾക്കാരുടെ സ്റ്റഡിയിൽ ഒന്ന് കമന്റ് ചെയ്യണം, എങ്ങനെ ഉണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഇംപ്രൂവ് ആകൂ ഇല്ലേ എന്നൊക്കെ. റെഡി, ഐ ബാക്ക് ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് എഡ്യൂപോർട്ട് ഒരുപാട് ടൈപ്പ് ക്ലാസ്സസ് തന്നിട്ടുണ്ട്. മോട്ടിവേഷൻസ് തരാറുണ്ട്, റെക്കോർഡ് ക്ലാസ് തരാറുണ്ട്, ലൈവ് ക്ലാസ് തരാറുണ്ട്, പബ്ലിക് എക്സാം, മോഡൽ എക്സാം, ഇംപ്രൂവ്മെന്റ് എക്സാം, ഓണപരീക്ഷ, ക്രിസ്മസ് എക്സാം എല്ലാം തന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ എഡ്യൂപോർട്ട് നിങ്ങൾക്ക് ഇതുവരെ, അല്ലെങ്കിൽ എഡ്യൂപോർട്ടിന്റെ ഏറ്റവും അടിപൊളി സെഷൻ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തരാത്തതല്ല, അതിന്റെ ടൈം ആകുന്നേ ഉള്ളൂ. അതായത് ഈ വരുന്ന JEE മെയിൻസിന്റെ phase 1, അതായത് ഫസ്റ്റ് നിങ്ങൾക്ക് എഴുതുന്ന എക്സാമിനായി ബന്ധപ്പെട്ട ഒരു അടിപൊളി സെഷൻ ഓൾറെഡി എഡ്യൂപോർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് അനൗൺസ് ചെയ്തതാണ്, കഴിഞ്ഞ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡേറ്റ് ഒക്ടോബർ 18 പറഞ്ഞിരുന്നത്. ഒക്ടോബർ 18 എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്ന ഇന്നാണ്. അപ്പോൾ ഇപ്പോഴാണ് അത് എടുക്കേണ്ടിയിരുന്നത്. നമ്മുടെ സ്വന്തം അജാസ്കാക്ക് ചെറിയൊരു പണി കിട്ടി, ഒരു യാത്ര പോയി, എന്തോ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വയറിന് ചെറിയ പണി കിട്ടിയിട്ട് ഇപ്പോൾ ആള് ചെറിയ രീതിയിൽ കിടപ്പിലാണ്. പെട്ടെന്ന് തന്നെ റെഡി ആയി വരട്ടെ. അദ്ദേഹം എന്ന് പറയാനില്ല, അജാസ്കാന്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. റെഡി. ഇനി ഈ സെഷൻ നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. നമ്മൾ ഫ്രൈഡേയിലേക്ക്, അതായത് എന്നാണ് ഒക്ടോബർ 20 നമ്മൾ മാറ്റി വെക്കുകയാണ്. ടൈമിൽ ചെറിയ മാറ്റമുണ്ട്, 8 മണിക്ക് കേട്ടോ. സോ ഇത് നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. ഈ ലൈവ് ഓൾറെഡി കാണാൻ ഉദ്ദേശിച്ച ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ആ ലിങ്കിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിന് പോയിട്ട് ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, നിർത്തൽ പോലെ ഒരു കാര്യം കൂടി പറയാറുണ്ട്. JEE പല കുട്ടികളും ഇപ്പോഴും എഴുതാൻ ഉദ്ദേശിച്ചിട്ടില്ല. പല ആൾക്കാരും JEE സമയമുണ്ടല്ലോ, ജാനുവരി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വേറെ സെക്കൻഡ് ഫേസ് ഉണ്ടല്ലോ, അപ്പം പിന്നെ എഴുതാന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവും. എടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ JEE സിമ്പിളാണെന്നുള്ള കാര്യം പറയാൻ പോകുന്നത്. കാര്യം സിമ്പിളാണ്, എക്സാം സിമ്പിളാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ +2 നിങ്ങൾ JEE എക്സാം, ജാനുവരി എക്സാമിന് സീരിയസ് ആയി പഠിച്ചു തുടങ്ങി സിലബസ് തീർത്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ ചുറ്റുള്ള 10 ഫ്രണ്ട്സിനെ എടുക്കുക, അവർ സിലബസ് തീർത്തോ? ഇല്ല. അവർ സീരിയസ് ആയി പഠിക്കുന്നുണ്ടോ? ഇല്ല. എടാ, ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് ഇന്ത്യയിലെ ഓവറോൾ ഉള്ള കുട്ടികളിൽ വലിയൊരു ശതമാനത്തിനും കേസ് ഇത് തന്നെ ആയിരിക്കും. കാരണം അവർ സ്കൂളുകൾ +2 ടോപ്പിക്സ് ഒക്കെ തീരുന്നേ ഉള്ളൂ. അപ്പോൾ അവർ അത്ര പ്രിപ്പയർഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ജാനുവരി എക്സാംസിൽ അതിൻ്റെ കോമ്പറ്റീഷൻ ലെവല് അത്ര ഉണ്ടാവില്ല കമ്പയർഡ് ടു അത് കഴിഞ്ഞിട്ടുള്ള എക്സാം. അപ്പോൾ ഈ വരുന്ന എക്സാമിനെ ടാർഗറ്റ് ചെയ്താൽ അതിൻ്റെ ചില അഡ്വാൻറ്റേജ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഫേസ് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, പിന്നെ കംപ്ലീറ്റ്ലി അഡ്വാൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസും ചെയ്യുക. അപ്പോൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇനി ഒരുപാട് സമയമുണ്ടോയെന്ന് വെച്ചാൽ, ഉള്ള സമയത്ത് പഠിച്ചാൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എഡ്യൂപോർട്ട് പെർസെൻറ്റൈലാണ് കേട്ടോ, പെർസെൻറ്റേജ് അല്ല, 99% എന്ന് പറഞ്ഞൊരു സീരീസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ JEEയുടെ ഏറ്റവും ബെസ്റ്റ് ലൈനപ്പാണ് എൻ്റെ പറയിൽ കാണുന്നത്. ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലാകെ നിങ്ങൾക്ക് പരിചയമുള്ളത് ഈ മനുഷ്യനെ മാത്രം. ഈ മനുഷ്യനെ നിങ്ങൾക്ക് പരിചയമുണ്ട് അല്ലേ. ബാക്കി അധിക പേര് നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ എഡ്യൂപോർട്ട് ചില പെയ്ഡ് സ്റ്റുഡൻസിനൊക്കെ മേ ബി ചില ആൾക്കാരെങ്കിലും കണ്ടു പരിചയം ഉണ്ടാവും. ഇവരൊക്കെ എഡ്യൂപോർട്ട് എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച JEE ട്രെയിനേഴ്സാണ്. ഇവരെ നിരത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എഡ്യൂപോർട്ട് ലൈവും നമ്മുടെ ബാച്ചും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ വരുന്ന ഡേയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അനൗൺസ് ചെയ്യുന്നു. ആ ലൈവിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഫുൾ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ തന്നെ ക്ലാരിറ്റി കിട്ടും. എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, ആരൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുക, ഇനി ഏതൊക്കെ രീതിയിൽ പഠിക്കണം, അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങൾ അന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും അന്ന് വരിക. ഓക്കെ, റെഡി. അപ്പോൾ കാര്യങ്ങൾ ക്ലാരിറ്റി ആയി വിചാരിക്കുന്നു. പുതിയ ലിങ്ക് താഴെ ഉണ്ട്, പോയി വരിക. അജാസ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുത്.